അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ല. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഇറച്ചിയടയാണ് കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഉണ്ടാക്കിയിട്ട് അത് ചട്ടിക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ച് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി അട തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പാത്രത്തിൽ അതുപോലെ അരിപ്പൊടി ഇട്ട് വെച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ വെള്ളം തിളച്ചെന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മാവ് റെഡിയാക്കുക. ഇപ്പൊ നമ്മളെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരേ പിടി മാവ് എടുത്തിട്ട് ഇതേപോലെ ഇലയിൽ പരത്തിയിട്ട് ഈ ബീഫ് റോസ്റ്റിന്ന് അതിലേക്ക് കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് ഇല മടക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി ഇറച്ചിക്കറി ആയാലും ബീഫ് കറി ആയാലും ഇതുപോലെ വറ്റിച്ചെടുത്തിട്ട് ഇനി അത് ആക്കി കയറ്റാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് ഈ അടയ്ക്ക് വെച്ച് കൊടുത്ത് മൂടിയിരിക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അട റെഡിയായി കണ്ടില്ലേ. ഇത് നല്ല വെന്ത് കിട്ടിയിട്ട് നല്ല ടേസ്റ്റോട് കൂടെ അത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല സ്വാദിഷ്ടമായ ഈ അട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാനും ഷെയർ ചെയ്യാനും മറക്കരുത്.